ഇന്നും നമ്മളിവിടെ ഗസ്റ്റായിട്ടുള്ളത് അജയ് ആർ ആണ്. സോ അജയ്, വെൽക്കം ടു ദ ഷോ. കോളേജിൽ കിട്ടുന്ന കുറേ എക്സ്പോഷറാണ് അവരെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവരെ ബെറ്റർ ആക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെ ബെറ്റർ ആക്കുന്നത്. പിന്നെ ആഫ്റ്റർ ഓൾ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. എനിക്കൊന്ന് കുട്ടികളെക്കാൾ ഉപരി പാരൻസിനാണ്. പലപ്പോഴും ഇവിടെ എന്നെയും പല പാരൻസും വിളിക്കും, പക്ഷേ 12th കഴിഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. കാരണം ലൈഫിൽ ഇങ്ങനത്തെ കുറേ പരീക്ഷകൾ വരാനുണ്ട്. ഇഫ് ദേ വോണ്ട് ടു സക്സീഡ് ഇൻ ദ കരിയർ അല്ലെങ്കിൽ ഇൻ ലൈഫ്. നിങ്ങൾ 21 വയസ്സിൽ കളക്ടറായിരിക്കും, പക്ഷേ യു വിൽ ബി ആൻ ഇൻഎഫിഷ്യൻറ്റ് ഓഫീസർ. നമ്മളിപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ദേ ലാക്ക് ദറ്റ് എബിലിറ്റി ടു ഫേസ് ദ റിയൽ വേൾഡ്. അങ്ങനെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളൊരു ബെറ്റർ പേഴ്സണായി മാറുന്നത്. കുറേ മണ്ടത്തരങ്ങൾ ചെയ്ത് അതിനകത്ത് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. ഹലോ എവ്രി വൺ. ഇന്നും നമ്മളിവിടെ ഗസ്റ്റായിട്ടുള്ളത് അജയ് ആർ ആണ്. ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിൽ 109ാമത്തെ റാങ്ക് മേടിച്ച അജയ് ആർ കോഴിക്കോട് നിന്നുള്ള ആളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും അതിനുശേഷം മാസ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്ത അജയ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സോ അജയ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ, അജയ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്കൊരു പേഴ്സണൽ പ്രൈഡ് ഉണ്ട്. കാരണം അജയ് എൻ്റെ ജൂനിയർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം പേഴ്സണൽ പ്രൈഡ് തരുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് അജയ് ഈ ജേർണിയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അജയ്ക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് ഒബിയസ്ലി ഒന്ന് തന്നെ നമ്മൾ ഇത്രയും കാലം എടുത്ത ഒരു എഫേർട്ടിൻ്റെ ഒരു ക്യൂമുലേറ്റീവ് റിസൾട്ട്സ് കിട്ടുന്നു എന്നുള്ളൊരു സാധനം, പ്ലസ് എക്സൈറ്റഡ് ആണ്, ലുക്കിംഗ് ഫോർവേഡ് ഈ സർവീസ് ഇനി ഓഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള സാധനത്തിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ജേണി കടന്നു വന്ന ഒരു വഴികൾ, അവിടുന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ, അതെല്ലാം ഇനി അപ്ലൈ ചെയ്യാനുള്ളൊരു പുതിയൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ ഇതാണ് ഓവറോൾ ഫീൽ. ഓക്കെ. എപ്പോഴും ഏറ്റവും കൂടുതൽ സിവിൽ സർവീസുകാരോട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എപ്പോഴാണ് തീരുമാനിച്ചത് സിവിൽ സർവീസ് ആണ് എൻ്റെ വഴി, ആ റിസ്ക് എടുക്കാം എന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? എനിക്കൊന്ന് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വെറുതെ പറയുമല്ലോ, മറ്റേ കളക്ടറാണ് അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞിട്ട് ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ഫീൽ വരുന്നത് കോളേജിലൊക്കെ പോയി കോളേജിൻ്റെ ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കാണ്. ഇപ്പോൾ ചേട്ടൻ അറിയാലോ, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ചുകൂടി ഒരു സിവിൽ സർവീസിൻ്റെ ഓറിയൻറ്റേഷനും അല്ലെങ്കിൽ അവിടെ വരുന്ന സ്പീക്കേഴ്സ്, നമ്മൾ കേൾക്കുന്ന കുറേ ലെക്ചേഴ്സ്, ആ ഒരു തരത്തിൽ നമ്മുടെ എക്സ്പെക്റ്റേഷനും കൂട്ടുമല്ലോ. സോ അങ്ങനെ ഒരു ഫൈനൽ സെമസ്റ്റർ ആകുമ്പോഴത്തേക്കാണ് ഞാൻ ഇത് തന്നെയാണ് എനിക്ക് പോകേണ്ടതെന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നതും അതിലേക്ക് ആ റിസ്ക് എടുക്കാൻ വേണ്ടി എന്നെ തന്നെ ഇടുന്നതും. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് എന്നുള്ളത് അജയുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പോയിന്റ് തന്നെയായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും എല്ലാവർക്കും. അതിപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കേസിൽ മാത്രമല്ല, ഓവറോൾ എന്നെ ഷേപ്പ് ചെയ്യുന്നതിലും നല്ല കുറേ സുഹൃത്തുക്കളെ കിട്ടുന്നതിലും ഞാനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം സ്റ്റീഫൻസിനെ എനിക്കൊന്ന് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നില്ല സ്റ്റീഫൻസിൽ ഇതിലും വലിയൊരു ബ്രാൻഡ് അംബാസിഡറെ കിട്ടുന്നത്. കാരണം അജയുടെ ഒരു ഇൻ്റർവ്യൂസിലും കാര്യങ്ങളും ഒക്കെ അജയ് പറയുന്ന ഒരു കാര്യമുണ്ട്, 10ന് ശേഷം ട്രിവാൻഡ്രത്തേക്ക് വന്നു ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിട്ട്. ചേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതും വരുന്നതും. അപ്പം തന്നെ നല്ലൊരു കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നൊരു തീരുമാനം എടുത്ത് തന്നെയാണ് അജയ് വന്നത് അല്ലേ? അപ്പം അത് ശരിയായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിക്കുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു ആ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിലുള്ള അജയുടെ ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ? ഈ ഫസ്റ്റ് ഫാക്ടർ നമുക്ക് അവയർനെസ് ആണല്ലോ വേണ്ടത്. ഇപ്പോൾ ഇങ്ങനൊരു നമ്മൾ കേരളത്തിൽ ഇങ്ങനെ താഴെ കിടക്കുന്നു, ഡൽഹിയിൽ നോർത്തിൽ കിടക്കുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ DUവിൽ വരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം. അപ്പോൾ ആ അവയർനെസ് തന്നത് ഉറപ്പായിട്ടും ബ്രദർ തന്നെയാണ്. കാരണം പുള്ളി 2008 അവിടെ ഹിന്ദു കോളേജിൽ ജോയിൻ ചെയ്ത് 2011 അവിടെ നിന്ന് പാസ് ഔട്ട് ആകുന്നു. പിന്നെ മാസ്റ്റേഴ്സിന് JNUവിൽ പോകുന്നു. സോ പുള്ളി ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, DU കോളേജസിൻ്റെ ക്വാളിറ്റി, ക്ലാസ് റൂംസ് വൈബ്രൻ്റ് ആകുന്നത്, ഫാക്കൽറ്റീൻ്റെ ഒരു ഭയങ്കരമായ ഇൻഫ്ലുവൻസ്, അവർ തരുന്ന കുറേ കാഴ്ചപ്പാടുകൾ. സോ ഇതെല്ലാം പുള്ളി ഇങ്ങനെ എപ്പോഴും വെക്കേഷനൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറേ പറയാറുണ്ട്. പിന്നെ വെക്കേഷന് ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ബി ലുക്ക് അപ്പ് ടു ദം എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ അവർ ഇപ്പം ഒരു ജെൻസി ടൈമിൽ പറയണം, അവർ ക്യാരി ചെയ്യുന്ന ഒരു ഓറ, അങ്ങനെയൊക്കെ ഞാനും ലൈക്ക് ബീയിങ് ഒരു ഡ്രീമി ബോയ് ഐ വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദാറ്റ്. ആ ഒരു ഓക്കെ അവിടെ പോകണം എന്നുള്ളതിൽ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പ്ലാനിങ് ആണ്, ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ പാർട്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ 10th കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന ഒരു സ്ഥലം ജിയോഗ്രഫിക്കലി കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്, കോഴിക്കോട് നിന്നാണെങ്കിൽ പോലും കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. അപ്പം എൻ്റെ ബ്രദറിനെ മനസ്സിലായി അവിടെ നിന്നുകൊണ്ട് എനിക്ക് ചിലപ്പോൾ സ്റ്റീഫൻസ് കിട്ടാൻ സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു സിറ്റി സ്കൂളിൽ പോയി 11th 12th അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക്. ആദ്യം
ചേട്ടൻ മുംബൈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ ജൂനിയർ സ്കൂളുണ്ട്, അവിടെ വിടാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ചിലപ്പം ഒരു നാട്ടിൻപുറത്ത് തന്നെ ഒരു കൾച്ചറൽ ഷോക്ക് ആയിരിക്കും എന്ന് ചേട്ടൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഫീഡ്ബാക്ക് കൊടുത്തപ്പോൾ കുറച്ചുകൂടി നാട്ടിലെ എന്നാൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്കൂളിൽ പോകണം, അവിടുന്ന് കിട്ടുന്ന എക്സ്പോഷർ ആയിരിക്കും. ഞാനിപ്പോൾ സ്റ്റീഫൻസിൽ പോയാലും അവിടെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഇപ്പോൾ ഈ 2 ഫാക്ടേഴ്സും ഞാൻ മറികടക്കണമെങ്കിൽ എനിക്ക് അത്രയും ഒരു കാലിബർ വേണം എന്നുള്ളൊരു തിരിച്ചറിവിലാണ് പുള്ളി ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റീഫൻസിൽ പോയിട്ടുള്ളൊരു എക്സ്പോഷറാണ് അത്. ഞാനീ പറഞ്ഞ പോലെ ശരിക്കും തുടക്കത്തിൽ ഞാൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട ഒരാളായിരുന്നു. അപ്പം സ്റ്റീഫൻസിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് കുറേ പേര് ഓക്സ്ഫോർഡിലേക്കും, ഇപ്പോൾ റോഡ് സ്കോളർഷിപ്പിൽ എല്ലാ വർഷവും ഒരു 5 പേർക്ക് ആകെ ഇന്ത്യയിൽ കിട്ടുള്ളൂ, അതിൽ ഒരാൾ എപ്പോഴും സ്റ്റീഫൻസിൽ നിന്നായിരിക്കും. അവിടുന്ന് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, അങ്ങനെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസിലേക്ക് അവിടുന്ന് കൂടെ സ്റ്റുഡൻസ് പോകുന്നു. നമ്മുടെ തന്നെ അറിയാവുന്ന കുറേ സീനിയേഴ്സ് പോകുന്നു. അത് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റും കൂടിയാണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ്, പിന്നെ നമ്മുടെ സുഹൃത്തായിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ല കാലിബറുള്ള, പൊട്ടൻഷ്യലുള്ള, എന്നാൽ നല്ല ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലെവലും കുറച്ചുകൂടി ഹൈ എൻഡിലേക്ക് നമ്മൾ തന്നെ പ്ലേസ് ചെയ്യും എന്നുള്ള ഒരു റിയലൈസേഷനായിരുന്നു. അപ്പം കോളേജിൽ നിന്ന് കിട്ടിയ ആ ഫ്രണ്ട്ഷിപ്പിനെയാണ് ഇപ്പോഴും ഈവൻ സിവിൽ സർവീസിലാണെങ്കിൽ ഹെൽപ്പ് ചെയ്തത്. കാരണം എൻ്റെ ഈ പ്രിപ്പറേഷനിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ പോൾ എൻ്റെ ബാച്ച്മേറ്റ് ആണ്, നെവിൻ ജൂനിയർ ആയിരുന്നു, വിഷ്ണു ജൂനിയർ ആയിരുന്നു, അതേപോലെ റീനു, ബെഞ്ചോ ചേട്ടൻ, ഇവരൊക്കെ ബാച്ച്മേറ്റ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിരുന്നു. അപ്പം ആ ഒരു സ്റ്റീഫൻസിൻ്റെ ഗ്യാങ്ങിന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു പ്രിപ്പറേഷനിൽ. അതിലൊരു മെജോറിറ്റി ആൾക്കാർ സർവീസിൽ ഉണ്ട് എന്നുള്ളതും ഭയങ്കര ആ ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റീനെ കാണിക്കുന്ന, ക്രെഡിബിലിറ്റീനെ കാണിക്കുന്ന ഒരു സൈനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അജയ് തന്നെ പറഞ്ഞതുപോലെ സ്റ്റീഫൻസ് എന്നുള്ളൊരു സർക്കിളിൽ തന്നെ ഇത്രയധികം പേര് UPSCയിലേക്ക് പാസ്സായിട്ട് കയറുന്നുണ്ട്. ഇപ്പം അതിൽ തന്നെ ഇപ്പം ബെഞ്ചോട് പറഞ്ഞു, റീനു പറഞ്ഞു, ഈ ഫേസസ് എല്ലാം ഇപ്പം മലയാളികൾക്ക് വളരെ ഫെമിലിയർ ആണ്. അതെല്ലാം സ്റ്റീഫൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ ക്യാമ്പസിൽ നിന്ന് വന്നവരാണെന്ന് പറയുന്നത് ഒരു പരിധി വരെ ആ ക്യാമ്പസിന്റെ പ്രത്യേകതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇക്കഴിഞ്ഞ UPSC എക്സാമിനേഷന് മൊത്തം ഇൻടേക്കില് ഒരു 1/9 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് 102 പേരുണ്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഡിഫൻസിൽ നിന്ന് തന്നെ. എനിക്ക് തോന്നുന്നു 3rd റാങ്ക് 4th റാങ്ക് ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സിൽ നിന്നാണ്. 6th റാങ്ക് ഹോൾഡർ എനിക്ക് എൻ്റെ ജൂനിയർ ആയിരുന്നു സ്റ്റീഫൻസിൽ. ഇത്രയും പേര് എനിക്ക് നേരിട്ട് അറിയാം. പിന്നെയും താഴേക്കും വീണ്ടും 25th റാങ്കിൽ എൻ്റെ ബാച്ച്മേറ്റ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്, 218 റാങ്കിൽ എൻ്റെ ഒരു സീനിയർ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആക്ച്വലി ഈ വർഷം. ഈ ഒരു അവയർനെസ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് വളരെയധികം കുറവാണ്. അജയ് പറഞ്ഞതുപോലെ ചിലപ്പം ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്നായിരിക്കും നമ്മളൊക്കെ ഈ കോളേജിനെ പറ്റി അറിയുന്നത്. അജയ് അറിഞ്ഞത് ബ്രദറിൽ നിന്ന് തന്നെയായിരുന്നു. ഞാനതുപോലെ ഈ കോളേജിനെ പറ്റി അറിയുന്നത് എൻ്റെ സ്കൂൾ സീനിയർ, അദ്ദേഹം ഒരു റോഡ് സ്കോളർ ആയിരുന്നു. അദ്ദേഹം സ്കൂളിലേക്ക് ഒരു റീവിസിറ്റിന് വേണ്ടി വന്നപ്പോഴാണ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു കോളേജും ആ കോളേജ് നൽകുന്ന അവസരങ്ങളെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി, ഇങ്ങനൊരു കോളേജും അവസരങ്ങളും ഒക്കെ ഉണ്ട് പുറത്ത് എന്നുള്ളൊരു അവയർനെസ് സ്ട്രോങ് ആയിട്ട് കേരളത്തിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ +2 10th പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അടുത്തത് എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ, അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് കുട്ടികളെക്കാൾ ഉപരി പാരൻസിനാണ്. ബിക്കോസ് ഞാനിപ്പോൾ പഠിച്ച ഡൽഹിയിലെന്ന് പറയുമ്പോൾ അത് നാട്ടിലൊന്നും കോളേജ് കിട്ടാത്തവനാണോ ഡൽഹിയിൽ പോയെന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ പാരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്കറിയില്ല NIRF റാങ്കിങ്ങിൽ ടോപ്പ് 10 നിൽക്കുന്ന കോളേജസാണ് ഇവയെല്ലാം. ഇപ്പോൾ ഹിന്ദു ടോപ്പ് 1 സ്റ്റീഫൻസ് ടോപ്പ് 3 സോ ആദ്യത്തെ 10 അതിലെ മെജോറിറ്റി കോളേജസാണ് ഈ മിറാണ്ട ഹൗസും LSR എന്ന് പറയുമ്പോൾ അത്രയും അവയർനെസ് ഇല്ലാതെ പോകുന്ന കുട്ടികൾക്ക് ഓക്കെ, പാരൻസിന് ആ ഒരു അവയർനെസ് ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരണം. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ ഇപ്പം എൻ്റെയൊക്കെ ഞാൻ വരുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെ വെക്കേഷൻ സമയത്തൊക്കെ സമ്മർ ക്യാമ്പൊക്കെ നടത്തുമായിരുന്നു DU കോളേജസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അവിടെ പിന്നെയും കുറച്ചുകൂടി അവയർനെസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സദേൺ സൈഡ് ഓഫ് കേരള വരുമ്പോഴത്തേക്ക് അവയർനെസ് റിലേറ്റീവ്ലി കുറവാണെന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം മലബാറിൽ പിന്നെയും അത്തരത്തിലുള്ള സ്റ്റുഡൻസ് യൂണിയൻ DUവിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ, ഞാൻ തന്നെ കുറേ ക്ലാസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്, മൈത്രി പോലെയുള്ള ഓർഗനൈസേഷൻസ്. ഇൻഫാക്ട് എൻ്റെ ചേട്ടനും പോയത് അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് സീനിയേഴ്സ് കൊടുത്തൊരു ഓറിയൻറ്റേഷനിലായിരുന്നു കോഴിക്കോട് വെച്ച് നടന്ന. അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം നമ്മൾ വളരെ ലോജിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എക്കണോമിക്സ് പഠിക്കാൻ പോകുന്നൊരു കുട്ടിക്ക് നന്നായിട്ട് CVയും അവിടുത്തെ അക്കാഡമിക് പെർഫോമൻസും ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 15 lakhs പ്ലേസ്മെൻറ്റ് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ മിനിമം കിട്ടും. മാക്സിമം 48 lakhs വരെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ DUവിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ 48 ലക്ഷമൊക്കെ പോയിട്ടുണ്ട് മാക്സിമം.
അതൊരു വൺ ടൈം വണ്ടർ അല്ല എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം. അതെ അതെ. ഇപ്പോൾ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ എത്ര പേര് ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് പ്ലേസ്ഡ് ആയിട്ട് പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. പിന്നെ അവർ അവിടെ നിന്ന് പിന്നെ ഹയറപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു അവയർനെസ് ഉറപ്പായിട്ടും സൊസൈറ്റിക്ക് തന്നെ വേണം. അത് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണത് പറയേണ്ടതും എന്നുള്ളൊരു സാധനം കൂടിയുണ്ട്. ജയ് പറഞ്ഞ ആ പോയിന്റ് വളരെ കറക്റ്റാണ്. അവയർനെസ് കൊടുക്കേണ്ടത് കുട്ടികൾക്കല്ല, പലപ്പോഴും പേരൻസിനാണ്. കാരണം കുട്ടികൾക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ മൊത്തമായിട്ടാകുന്ന ഒരു സ്റ്റേജ് അല്ല ഇത്. അപ്പൊ അവർക്ക് പേരൻസിനെ കൂടെ കൺവിൻസ് ചെയ്ത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇതിലേക്ക് എത്തിക്കാനായിട്ട്. പേരൻസിന് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ കൺസേണുകളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഡിഗ്രി ചെയ്താൽ പിന്നീടുള്ള ജോലി സാധ്യത എന്താണ്, പിന്നെ ഇത്രയും ദൂരേക്ക് വിട്ട് പഠിപ്പിക്കുന്നതിന്റെ സേഫ്റ്റി കൺസേൺ എന്താണ്. പേരൻസ് നോക്കുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ പോലെയുള്ള എസ്പെഷ്യലി സൗത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കോഴ്സിനുള്ള നമ്മൾ പറയുന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഒരു എംപ്ലോയബിലിറ്റി ഫാക്ടറാണ് അവരാദ്യം കാണുന്നത്. പക്ഷേ മറ്റു ഓപ്ഷനുകളിലേക്ക് ഡിഗ്രിയിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് എംപ്ലോയബിലിറ്റി, ഔട്ട് ഓഫ് കൺസേൺ തന്നെയാണ് അവരും ഇതിനെപ്പറ്റി ഈ ഡിഗ്രി കോഴ്സസിലേക്ക് വിടാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇങ്ങനെ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റീഫൻസ് പോലൊരു കോളേജിൽ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോലൊരു കോളേജിലേക്ക് പഠിക്കുമ്പം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് അവരെ നമ്മൾ എങ്ങനെ ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ അവരോട് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെ ഡേറ്റയാണ്, അജയ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പാസ് ഔട്ട് ആയ ഒരാളാണ്, അവരോട് പറയാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് അജയുടെ മനസ്സിലുള്ളത്? ലെറ്റ്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേസ്മെൻറ്റുകൾ. ഇപ്പോൾ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് തരുന്ന കോണ്ടാക്ട്സ് ഇപ്പം നമ്മൾ ജനറൽ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് കുറേ ഡിഗ്രീസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മറിച്ച് സ്കില്ല് വേണം, അതേപോലെ നമുക്ക് നെറ്റ്വർക്കും വേണം. അപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സീനിയറോ അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന ജൂനിയേഴ്സൊക്കെ ആയിരിക്കും പല കോർപ്പറേറ്റ് വേൾഡിൻ്റെയും എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇനിഷ്യൽ പോസ്റ്റിംഗ് കിട്ടി വരുന്നത്. സോ അങ്ങനെ നമുക്കൊരു സെറ്റ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം കോർപ്പറേറ്റിലൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ റെഫറൽ എന്നൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ഒരാളെ റെഫർ ചെയ്തുകൊണ്ട് അയാൾക്ക് ജോലിയിലെത്തിക്കാം. സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നെറ്റ്വർക്ക് വേണം. അതാണ് ഒരു ഫാക്ടർ. പിന്നെ ഇത് ഞാൻ എപ്പോഴും നമ്മുടെ തന്നെ സീനിയറായിട്ട് അരുൺ ചേട്ടനുണ്ട്. അരുൺ ചേട്ടനോട് പറയുന്നൊരു കഥയുണ്ട്. അതായത് നമ്മളിപ്പോൾ വേൾഡ് റെക്കോർഡ്സ് കാണുന്നത് ഒളിമ്പിക്സിൽ പോകുമ്പോഴാണല്ലോ. ആൾക്കാർ ഇത്ര സെക്കൻഡ്, ഇപ്പോൾ ഹുസൈൻ ബോൾട്ട് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണറിനെ നമ്മൾ കണ്ടത് ഒളിമ്പിക്സിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോർമലി ഓടുന്ന ഒരാൾക്ക് അത്തരത്തിലൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് എല്ലാ രാജ്യത്തിലെയും ബെസ്റ്റ് ടാലൻറ്റ് ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പം യു ആർ ഫോഴ്സ്ഡ് ടു ഡു യുവർ ബെസ്റ്റ് പെർഫോമൻസ്. സിമിലർ ലോജിക്ക് തന്നെയാണ് ഡിയുലേക്ക് വരുമ്പോൾ. കാരണം ഡിയുവിൽ വരുന്നത് പല സ്റ്റേറ്റ് ബോർഡ്സിൻ്റെ, ICSEയുടെ, CBSEയുടെ എല്ലാത്തിൻ്റെയും നാഷണൽ ലെവൽ ടോപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഒരു എന്താ പറയുക എല്ലാ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. സോ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ കൂടെ ആ ക്ലാസ് റൂം സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടേണ്ട കുറേ ഇറ്റ്സ് നോട്ട് ലൈക്ക് സ്റ്റഡീസ് മാത്രമല്ല, സോഫ്റ്റ് സ്കിൽസ്, ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, CV ബിൽഡിംഗ്, ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. സോ ഈ CV ബിൽഡിങ്ങും ഇതൊക്കെ തന്നെയാണ് അവരെ പിന്നീട് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാന്നുള്ളതിലാണ്. പിന്നെ ആർട്സ് സബ്ജക്ട്സുകളിലൊക്കെയാണ് ഇപ്പോൾ പബ്ലിക് പോളിസി, അപ്പോൾ ഇതുപോലെയുള്ള എമേർജിങ് കോഴ്സുകൾ, ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ്, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഫിനാൻസ്, അപ്ലൈഡ് എക്കണോമിക്സ്, മാത്സിലേക്ക് വരുമ്പോൾ ഓപ്പറേഷണൽ റിസർച്ച്, ഇതിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ DUവിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ദേ ആർ വെൽ പെയ്ഡ്. ഐ മീൻ ഇഫ് പേയ്മെൻറ്റ് ഈസ് ആൻ ഇഷ്യൂ, ദേ ആർ വെൽ പെയ്ഡ് വിത്ത് ലോട്ട് ഓഫ് എക്സ്പോഷർ. ഇപ്പം കോളേജിൽ കിട്ടുന്ന കുറേ എക്സ്പോഷറാണ് അവരെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവരെ ബെറ്റർ ആക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെ ബെറ്റർ ആക്കുന്നത്. പിന്നെ ആഫ്റ്റർ ഓൾ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ സ്റ്റീഫൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ചിലപ്പോൾ ഒരു സ്റ്റിഫേനിയൻ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊരു ഫേവറബിൾ ഗ്രൗണ്ടാണ്, ഒരു വെറും പ്രാക്ടിക്കൽ റീസണിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഫോറിൻ അഡ്മിഷൻസിന് പോകുന്ന സമയത്ത് ദർ ഇസ് സംതിങ് കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിബിലിറ്റി. അതായത് വർഷങ്ങളായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സ്റ്റീഫൻസ് അതുപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ DUവിലത്തെ കോളേജസ് അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോറിൻ അഡ്മിഷൻസ് കിട്ടാനും ഇറ്റ് വിൽ ബി നൈസ്. ഇപ്പം റദർ ദാൻ ഇപ്പോൾ ഇവിടെ നാട്ടിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുകയാണ്, മറിച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടി അവിടെ മാസ്റ്റേഴ്സിൽ കഷ്ടപ്പെടുകയൊന്നും ചെയ്യാതെ, നമ്മൾ വാഴറ്റൂലൊന്നും കാണുന്ന പോലത്തെ ഒരു കഷ്ടപ്പാടില്ലാതെ നല്ലൊരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറിൽ പോയി പഠിച്ച് അവിടെ തന്നെ നന്നായിട്ട് പ്ലേസ്ഡ് ആകുന്ന എത്രയോ ജൂനിയേഴ്സ് സീനിയേഴ്സ് എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓഫർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്.
സോ അതുകൊണ്ട് ഞാൻ പറയാം പാരൻസ് ഈ ഒരു സാധനം കാണണം. അതായത് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചേട്ടൻ ആലോചിച്ചത് ഇപ്പോൾ 950 വരെ എന്തോ ആണ് ഈ വർഷം ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതിൽ 1/9 ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു എന്നുള്ളത് ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ക്രെഡിബിലിറ്റി ആണല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഒരു എക്സലൻസ് തന്നെയാണ് അത് വിളിച്ചു പോകുന്നത്. അതെ, ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ തന്നെ അടുത്ത ചോദ്യം വരും, അപ്പൊ എങ്ങനെയാണ് ഇങ്ങോട്ട് കയറുക, എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആണ് എന്നുള്ള ഒരു പോയിന്റ്. പലപ്പോഴും +2 കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ ഇതിനെ പറ്റി ആലോചിച്ചു തുടങ്ങുന്നത്, കുട്ടികളും പേരൻസും. ഇതൊരു ലോങ് ഗെയിം ആണ് എന്നുള്ളത്, ഏറ്റവും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറി അവിടുത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻ സ്റ്റുഡന്റ് ആയിട്ട് മാറണമെങ്കിൽ അതൊരു ലോങ് ഗെയിം തന്നെയാണ്. അജയ് തന്നെ ICSE ബോർഡിൽ +2 ഓൾ ഇന്ത്യ റാങ്ക് 4th ആയിരുന്നു, CBSE. അപ്പം അജയുടെ കൂട്ടത്തിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അജയോടായിരിക്കും, ഓൾ ഇന്ത്യ റാങ്ക് 4th റാങ്കുകാരനോടായിരിക്കും. അപ്പൊ ആ ലെവൽ ഓഫ് കോമ്പറ്റീഷനാണ് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം അഡ്മിഷൻ സമയത്ത് തന്നെ ഉള്ളത്. അപ്പൊ ആ പ്രിപ്പറേഷൻ ലോങ് റൺ പ്രിപ്പറേഷൻ തന്നെയാണ്, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും ചെയ്യണം. ആ ഒരു പ്രിപ്പറേഷൻ ജേണി അജയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ചേട്ടാ. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ 10 കഴിഞ്ഞിട്ട്, അതായത് ആ 10 കഴിഞ്ഞിട്ട് മാറണം എന്ന് പറയുന്നത് ഞാൻ 10 ആയപ്പോൾ എൻ്റെ ചേട്ടൻ എടുത്ത ഡിസിഷൻ അല്ല, മറിച്ച് ഞാൻ ഒരു 8-9 ആയപ്പോഴേ പുള്ളി ഇങ്ങനെ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ അതോ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ, അങ്ങനെ DPS വേണോ അതോ സെൻറ്റ് സേവിയർസ് കോളേജിൻ്റെ ജൂനിയർ കോളേജ് വേണോ എന്നൊക്കെ പുള്ളി ഡൗട്ട്ഫുൾ ആയിരുന്നു. അങ്ങനെയാണ് പുള്ളി എന്നെ 10 കഴിഞ്ഞ് മാറ്റുന്നത്. സോ അത്രയും തോട്ട് പ്രോസസ്, ഒരു 4-5 ഇയേഴ്സിൻ്റെ പ്ലാനിങ് നടത്തിയിട്ടാണ് പുള്ളി അത് എന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു ഇതേ ലോജിക്ക് തന്നെ നമുക്കും വേണം. കാരണം പലപ്പോഴും നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വി ഡോണ്ട് നോ ദ കോമ്പറ്റീഷൻ, ദ ലാർജർ പിക്ചർ അറിയാത്തതാണ് പലപ്പോഴും നമ്മുടെ പാരൻസിനൊക്കെ പ്രശ്നമാകുന്നത്. അതായത് ഇപ്പം IITക്കൊക്കെ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ CUETക്കും, അതായത് ഇപ്പം ഞങ്ങളുടെ സമയത്ത് CUET ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ CUET വന്നതുകൊണ്ടുകൂടെ ഡൽഹി സൈഡ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ CUETക്ക് വേണ്ടി കുട്ടികൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു, IITയിലൊക്കെ നമ്മൾ 8ാം ക്ലാസ് തുടങ്ങുന്ന പോലെ തന്നെ അവിടെയും നേരത്തെ തുടങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. പലപ്പോഴും ഇവിടെ എന്നെയും പല പാരൻസും വിളിക്കും, പക്ഷേ 12th കഴിഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് ഓൾറെഡി ഇപ്പം ലെറ്റ്സ് എ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക്സ് എടുക്കേണ്ട ഒരു കുട്ടിക്ക് എക്കണോമിക്സ് വിത്ത് മാത്സ് ഉണ്ടായാൽ മാത്രമേ DUവിൽ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ യാഥാർത്ഥ്യം ചിലപ്പോൾ അവർക്ക് അറിയണ്ട. ഓൾദോ ദേ ലൈക്ക് എക്കണോമിക്സ്, ചിലപ്പോൾ അവർ മാത്സ് എടുത്തിട്ടുണ്ടാവില്ല അവരുടെ കോമ്പിനേഷൻസിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല റിഗ്രറ്റ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് മാറണമെങ്കിൽ നമ്മൾ ഇതിന് ഒരു ലോങ് ടേം അപ്രോച്ച് തന്നെ ആയിട്ട്, കാരണം എൻ്റെ ചേട്ടൻ എപ്പോഴും എന്നോട് പറയാറ് എഡ്യൂക്കേഷനിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം, അത് എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും ഇറ്റ് ഈസ് എ റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മളെ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. സോ അങ്ങനെ വരുമ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഒരു നേരത്തെ തന്നെ തുടങ്ങി. കാരണം എല്ലാ കുട്ടികളും കുറച്ച് സമയം എടുക്കും ഈ CUET ഒരു എക്സാം പാറ്റേണൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാനും അതിനു വേണ്ടി അവരെ പാകപ്പെടുത്താനൊക്കെ ആയിട്ട്. സോ 12th കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം ക്രാഷ് കോഴ്സിനേക്കാൾ അപ്പുറത്തേക്ക് നേരത്തെ തന്നെ തുടങ്ങി ആ കോമ്പറ്റീഷനിൽ പിടിച്ചു നിന്ന് അങ്ങനെ കയറുമ്പോൾ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു ടോക്സിക് കോമ്പറ്റീഷൻ അല്ല, മറിച്ച് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അതില്ലാതെ നമുക്ക് ജയിക്കാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ ആ റിയാലിറ്റിയിൽ എങ്ങനെ എക്സൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് നമ്പർ 1. അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായി അത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ആ കോൺഫിഡൻസിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫർദർ കോളേജ് ലൈഫും പിന്നീടുള്ള ലൈഫും, ലെറ്റ്സ് സേ ഇപ്പം എനിക്ക് സിവിൽ സർവീസ് കിട്ടുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു എൻ്റെ 12th ഒരു സക്സസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ 10th വരെ കേരള സിലബസ് പഠിച്ചിട്ട് 11th 12th CBSEയിലേക്ക് വന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ ഓൾ ഇന്ത്യ 4th എത്തിയപ്പോൾ അന്ന് എല്ലാവരും ഇമ്പോസിബിൾ, എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ ട്രൈ ദിസ് വൺ ആസ് വെൽ, ലെറ്റ് മീ പുട്ട് മൈ ബെസ്റ്റ് എഫേർട്ട്, കിട്ടിയാലും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം 12th തന്നെയായിരുന്നു. അതേപോലെ CUET ക്ലിയർ ചെയ്ത് നല്ലൊരു DU ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നൊരു കുട്ടിക്ക് ഉറപ്പായിട്ട് CUETയിൽ പഠിച്ച കുറേ കാര്യങ്ങൾ വിൽ ഹെൽപ്പ് ദം അലോട്ട്. അപ്പം നമ്മളിങ്ങനെ പറയില്ല ക്യാച്ച് ദം ഏർലി എന്നൊക്കെ പറയുന്നത്, നേരത്തെ തന്നെ തുടങ്ങി ഈ സാധനങ്ങളിലൊക്കെ ആയിട്ടൊന്ന് ഒരു താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതുമായിട്ടൊന്ന് യൂസ് ടു ആയി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് ദേ ക്യാൻ ടേക്ക്. കാരണം എല്ലാത്തിനും ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നേച്ചർ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ അവർ പ്ലേസ്മെൻറ്റിന് ഇരിക്കുമ്പോൾ, ലെറ്റ്സ് എ കോളേജിൽ പ്ലേസ്മെൻറ്റിന് ഇരിക്കുമ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഫസ്റ്റ് അവരുടെ സ്ക്രീനിങ് പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അവർക്ക് പുറത്തേക്ക് പോകണം, അവർക്ക് ലെറ്റ്സ് എ ഇപ്പോൾ GMAT അല്ലെ GRE എഴുതണമെങ്കിൽ അവിടെ MCQ ഉണ്ട്. സോ അവരിവിടെ പഠിക്കുന്നത് ഈ ഒരു എൻട്രൻസിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് ലൈക്ക് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. കാരണം ലൈഫിൽ ഇങ്ങനത്തെ കുറേ പരീക്ഷകൾ വരാനുണ്ട് ഇഫ് ദേ വോണ്ട് ടു സക്സീഡ് ഇൻ ദ കരിയർ അല്ലെങ്കിൽ ഇൻ ലൈഫ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് കണ്ടാൽ ഇറ്റ് വിൽ ബി നൈസ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ കാണാന്നുള്ള രീതിയിൽ. കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ പറ്റില്ല, ഏത് ഡിലേ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. അതെ,
ഇപ്പം CUET-ക്കോ മറ്റേ എൻട്രൻസ് എക്സാമിനേഷനോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് കുറച്ചുകൂടെ ടഫർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി എടുത്തെറിയപ്പെടും. നടുക്കടലിൽ ചെന്ന് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പം വീണെന്നിരിക്കും. സോ ഒരു മോൾഡിംഗ് സിറ്റുവേഷനിൽ തന്നെ ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ അറ്റ്മോസ്ഫിയറോട് പരിചിതമായിട്ടിരിക്കുന്നത് പിന്നീട് അജയ് പറഞ്ഞതുപോലെ തന്നെ കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്തും ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്തും ഫെർദർ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്തും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അപ്പം അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പലരും ഇപ്പം കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പോലെയുള്ള ഒരു ബ്രാഞ്ച് എടുക്കാൻ തന്നെ ധൈര്യപ്പെടുന്നത് ചിലപ്പം അവരൊരു സ്വന്തം കാലിൽ നിൽക്കുമ്പോഴായിരിക്കും. 10th കഴിഞ്ഞിട്ട് കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലേക്കോ പോകാം, അതിനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ള ബോധ്യം പോലും ആ കൺവിക്ഷൻ പോലും പലർക്കും വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഫോർഗെറ്റ് അബൌട്ട് പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാമിനേഷൻ, അത് സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. തങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കോഴ്സ് എടുത്ത് പോകാം, അതിന് അവസരങ്ങളുണ്ട് എന്നുള്ളൊരു അവയർനെസ് പോലും പലർക്കും ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്. എന്റെ ഒരു കേസിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹ്യൂമാനിറ്റീസിൽ എത്തുന്നത്. അജയെ സംബന്ധിച്ചിടത്തോളം 10th കഴിഞ്ഞപ്പോൾ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എനിക്ക് പിന്നീട് അത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സ്റ്റീഫൻസിന് ഒരു റോളുണ്ട്. സ്റ്റീഫൻസ് തരുന്നൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ട്, എല്ലാത്തിന്റെയും ടേസ്റ്റ് ഉള്ള, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന, നമ്മള് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു എൻവയൺമെന്റ് ഉണ്ടല്ലോ. ഒരു ഈവനിങ്ങിൽ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്നതോ ഇപ്പുറത്തിരിക്കുന്നതോ ആള് ഏത് സ്ട്രീമിൽ നിന്നാന്ന് പോയി ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. സെറ്റ് ഓഫ് പരിപാടികള്, അതെ, അതൊക്കെ നമുക്ക് കുറെ എക്സ്പോഷർ തരുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്കും എന്റെ അഭിരുചികൾ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയത്. അജയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അത് റെക്കഗ്നൈസ് ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം ചേട്ടനെ പറ്റി പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ റിസൾട്ട് വന്നപ്പം ആദ്യം വിളിച്ചത് എനിക്ക് തോന്നുന്നത് ചേട്ടനെ ആയിരിക്കും. ചേട്ടനുമായിട്ട് ആ ഒരു ബോണ്ട് ഉണ്ട്. കാരണം പുള്ളി ഇല്ലായിരുന്നു, ഞാൻ എപ്പോഴും പറയും ഞാനായിരുന്നു പുള്ളിയുടെ ചേട്ടനെങ്കിൽ രണ്ടുപേരും വഴിതെറ്റ് പോയത്. എന്നുവെച്ചാൽ ഹീ ഗോട്ട് ദ എക്സ്പോഷർ ഫോർ ദ ഫസ്റ്റ് ടൈം, പക്ഷേ he made it a point that പുള്ളി ഫേസ് ചെയ്ത കുറേ ക്രൈസിസ് മൊമെന്റ്സ് ഐ ഷുഡ് നോട്ട് ഫേസ് ഇറ്റ് എന്നുള്ള രീതിയിൽ. സോ ആ ഒരു ഫാക്ടർ ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചില പാരൻസിന് കൺസേൺ ഇത്രയും ദൂരത്ത് വിടണമെന്ന്. നമുക്ക് ഒരിക്കലും നമ്മുടെ കുട്ടികളെ എപ്പോഴും നമ്മുടെ സേഫ് സോണിലിട്ട് ജീവിപ്പിക്കാൻ പറ്റില്ല. വൺ ഡേ ദേ ഹാവ് ടു ഫേസ് ദ റിയൽ വേൾഡ്. ചേട്ടൻ നേരത്തെ യു ക്യാൻ ഡിലേ ഇറ്റ്, പക്ഷെ ദ മോർ യു ഡിലേ ദ മോർ ലോസ് ദാറ്റ് യു മേക്ക് ഫോർ ദാറ്റ് പേഴ്സൺ. കാരണം ഞാനിപ്പോൾ 10 കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന ഒരാളാണ്. ആ മൊമെൻറ്റിൽ ഓഫ് കോഴ്സ് എനിക്കും കുറേ ക്രൈസിസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഡൽഹി പോകുന്നത് ഐ വാസ് ഫൈൻ വിത്ത് ഇറ്റ്. കാരണം എനിക്ക് ഹോം സിക്നെസ് ഇല്ല, ഐ വാസ് ഫൈൻ വിത്ത് സ്വിച്ചിങ് പ്ലേസസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും. അപ്പം റിയൽ വേൾഡ് ഇപ്പം യെസ് ഡൽഹി ഈസ് എ ക്യാപിറ്റൽ, അപ്പോൾ അവിടെ പോയാൽ കുറേ എക്സ്പോഷർ കിട്ടും. അതിൻ്റെ കൂടെ ഇറ്റ് കംസ് വിത്ത് എ പ്രൈസ്. ആ പ്രൈസിൽ അവർ പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ നമുക്കൊരിക്കലും അവരെ ഒരു എത്ര കാലം ഇങ്ങനെ ഷെൽട്ടറിൽ കൊണ്ടുവിടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അല്ലെങ്കിൽ അവരെത്ര ഇങ്ങനെ ഷെൽട്ടറിലാക്കി വെച്ചാലും വൺ ഡേ ദേ ഹാവ് ടു ഫേസ് ദ റിയൽ വേൾഡ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മെൻ്റൽ ഹെൽത്തിൻ്റെയൊക്കെ ഡിസ്കഷൻ പറയുന്ന സമയത്ത് ദർ ഇസ് ഓൾസോ എ ക്വസ്റ്റ്യൻ, ആർ വി മേക്കിംഗ് അവർ സ്റ്റുഡൻസ് ടു ഫേസ് ദ റിയൽ വേൾഡ് ചലഞ്ച്? നമ്മളെപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ദേ ലാക്ക് ദറ്റ് എബിലിറ്റി ടു ഫേസ് ദ റിയൽ വേൾഡ്. അങ്ങനെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളൊരു ബെറ്റർ പേഴ്സണായി മാറുന്നത്. കുറേ മണ്ടത്തരങ്ങൾ ചെയ്ത് അതിനകത്ത് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇത്രയും ദൂരമുണ്ട് അതുകൊണ്ട് അവരെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ ടെൽ യു, ഇഷ്ടം പോലെ ഗേൾസ് ഹു ആർ കമ്മിങ് ഓവർ ദെയർ. അവരൊക്കെ ഇത്രയും ക്രൈസിസിലൂടെ വന്നിട്ടാണ് അവിടെ വരുന്നത്. സോ നമ്മളിങ്ങനെ പാരൻസ് ഷെൽട്ടറാക്കി വെക്കുമ്പോൾ പാരൻസ് അറിയാതെ പോകുന്നത് വാട്ട് ഈസ് ദ ട്രെൻഡ് ഓഫ് ദ റിയൽ വേൾഡ് എന്നുള്ളത് ചിലപ്പോൾ പാരൻസ് പോലും അറിയാതെ പോകും. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് തന്നെ ദേ മൈറ്റ് ബി ഡൂയിങ് ആൻ ഇൻജസ്റ്റിസ് ടു ദെയർ ഓൺ ചൈൽഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു കമൻ്റാണ്, പക്ഷെ അതൊരു റിയാലിറ്റീവാണ്. ഏതായാലും നമുക്ക് ആ എക്സ്പോഷർ കിട്ടാത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരണം, അല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. കാരണം ഇന്നിപ്പം ടെക്നോളജി വളരെയധികം വളർന്ന സമയമാണ്. പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന് അറിയാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. പിന്നീട് ഇന്റർനെറ്റ് വന്നു, നമുക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വായിക്കാമെന്നുള്ള അവസ്ഥയായി. ഇന്നിപ്പം ഏത് ഇൻഫർമേഷനും വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. ഇപ്പം കുറച്ചുകൂടെ ഈ ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവസരങ്ങളുണ്ട് അവിടുത്തെ ഓരോ ആസ്പെക്റ്റിനെ പറ്റി. ഇപ്പം ChatGPT-യിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക, അതിനെപ്പറ്റി ഒരു കോണ്ടെക്സ്റ്റ് തന്നതിന് ശേഷം അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും, ഇന്ന ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് അടുത്ത ചോദിക്കേണ്ടത്, ഇന്ന ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് അടുത്ത ചോദിക്കേണ്ടത്. സോ ഇത്രയധികം ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഉള്ളപ്പം പഴുതിനേക്കാളും കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആകാനുള്ള സാഹചര്യത്തിലേക്കാണ്
ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് ഇനിയും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കുട്ടികൾ കോമ്പറ്റീഷനിൽ പുറകോട്ട് പോവുകയും അജയ് പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫ് വന്ന് ഹിറ്റ് ചെയ്തൊരു പോയിന്റ് ഉണ്ടാവും. അത് കൾച്ചറൽ ഷോക്കിന്റെ ഇതിലായിക്കോട്ടെ, ലൈക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഫുഡ് ഇഷ്യൂസ് വരെ ആയിക്കോട്ടെ, ഹെൽത്ത് കൺസേൺസ് കാരണം വിടാത്ത പേരൻസും ഉണ്ട്. അവന് ഫുഡ് പിടിച്ചില്ലെങ്കിലും അവൾക്ക് ഫുഡ് അവിടെ ചെന്നാൽ ശരിയായില്ലെങ്കിലും. പക്ഷേ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. The earlier the better എന്നുള്ളതാണ് ഉറപ്പായിട്ടും. പിന്നെ ചേട്ടൻ ചോദിച്ചില്ല നേരത്തെ ഇൻട്രസ്റ്റ്, അതായത് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വെച്ചാൽ നമ്മൾ ആൾക്കാരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരു സാധനം ചെയ്യിപ്പിക്കുമ്പോൾ ദേ മൈ ഡു ഇറ്റ്. ഇപ്പോൾ ലെറ്റ്സ് സേ യു ക്യാൻ മേക്ക് എ ഡോക്ടർ, യു ക്യാൻ മേക്ക് എൻ എഞ്ചിനീയർ. പക്ഷേ താല്പര്യമില്ലാതെ അവരായിക്കഴിഞ്ഞാൽ എത്ര കാലം അവരതിൽ സസ്റ്റെയിൻ ചെയ്യും? കാരണം ഏത് കരിയർ ആണെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റാഗ്നൻറ്റ് പോയിന്റിലല്ലോ നമ്മൾ നിൽക്കുന്നത്. കരിയർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ കരിയറിൽ വീണ്ടും 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 നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ താല്പര്യമില്ലാതെ ഒരാളെ ഫോഴ്സ് ചെയ്തൊരു എഞ്ചിനീയർ ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോലും അയാൾ റെഡിയല്ല. അല്ലെങ്കിൽ അയാൾക്ക് കാശൊക്കെ വരുന്നുണ്ടായിരിക്കും, പക്ഷേ അയാൾക്ക് തന്നെ അയാളുടെ ജോലി ഇഷ്ടമില്ലെങ്കിൽ അയാൾ ഉണ്ടാക്കുന്നൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അയാൾ സെർവ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനോ വാട്ട് കൈൻഡ് ഓഫ് ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് തന്നെ ഒരു പ്രശ്നമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം. ഐ മീൻ വി ഹാവ് സീൻ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ മൊത്തം തീർക്കുന്നത് ചിലപ്പോൾ അവരുടെ ക്ലയൻറ്റിനോടോ അല്ലെങ്കിൽ അവർ സെർവ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ആയിരിക്കും. സോ അതിന് പകരം ഓരോരുത്തരും അവരുടെ ടേസ്റ്റിന് വിട്ട് കഴിഞ്ഞ് അവർ തന്നെ അതിൽ ഫിഗർ ഔട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കണ്ടുപിടിക്കും. അവർ ഹാപ്പി ആയിരിക്കും അതിൽ. അപ്പം ആ ഒരു ഫാക്ടറും കൂടി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം ഹ്യൂമാനിറ്റീസിനാണെങ്കിലും പബ്ലിക് പോളിസി വളരെ എമേർജിങ് ആയിട്ട് വരുന്നു, ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ് വളരെ ഇതായിട്ട് വരുന്നു, ടീച്ചിങ് ആനദർ ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. സോ അങ്ങനെ അവന്യൂസ് എൻ നമ്പർ. ഇപ്പോൾ ഫിനാൻസ്, എക്കണോമിക്സ് താല്പര്യമുള്ളവർക്ക് ഫിനാൻസിലേക്ക് പോകാം. മാത്സിലാണെങ്കിൽ ലോജിക്കൽ റിസർച്ച്, ഓപ്പറേഷണൽ റിസർച്ച് കാര്യങ്ങൾ, ലോജിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനിയല്ല ജനറൽ MBA ആണെങ്കിലും ഇപ്പം IIMസിലെ ഡൈവേഴ്സിഫിക്കേഷൻ പോളിസി തുടങ്ങി. അവർ നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് എടുക്കുന്നത്. സോ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാർക്കും അവിടെ MBAക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഫ്രണ്ട്, ഷീ ഗോട്ട് ത്രൂ IIM കോഴിക്കോട്, എന്നിട്ട് ഇപ്പോൾ ആൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് വിത്ത് മീ. സോ അങ്ങനെയുള്ള വേൾഡ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ അതിനനുസരിച്ച് ഇൻ്റർ ഡിസിപ്ലിനറി ആയി തുടങ്ങി. സയൻസ് പഠിച്ചാൽ യു നീഡ് ടു ഹാവ് ഒരു സോഷ്യൽ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആൾക്ക് കുറച്ച് സയൻസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെ ലോകം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന പാരൻസിനും സൊസൈറ്റിക്കൊക്കെ ആ ഒരു അവയർനെസ് ഉറപ്പായിട്ടും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു, ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞു. നാട്ടിൽ ഈ അവസരങ്ങളുടെ എക്സ്പോഷർ കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകളൊന്നും അറിയുക പോലും ഇല്ല. അപ്പം എക്കണോമിക്സ് പഠിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മാത്സ് പഠിച്ചാൽ ഇനി എന്താണ് അവസരം ചോദിക്കുന്നവർക്ക് ഇന്ന അവസരങ്ങൾ ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റി കേൾക്കാത്തവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. ഡെവലപ്മെന്റൽ സ്റ്റഡീസ്, ബിഹേവിയറൽ എക്കണോമിക്സ്, ഇങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഫീൽഡുകളും സ്പെഷ്യലൈസേഷൻസും ജോബ് റോളുകളും മുന്നിലേക്ക് വരുന്നുണ്ട്. ഓരോ ഓർഗനൈസേഷനിലുള്ള നീഷ് റോളുകളെ പറ്റി ഒരു ധാരണയില്ലാത്ത അവസ്ഥയിലാണ്. നമ്മൾ ലിങ്ക്ഡിനിലോ മറ്റു പ്രൊഫൈലിലോ നോക്കുമ്പോൾ ഈ ജോബ് റോൾ എവിടെ നിന്ന് വന്നു, ഏത് കോഴ്സ് പഠിച്ചാൽ അവിടെ എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ കോഴ്സിലൂടെയല്ല പലപ്പോഴും ഇവിടെ എത്തുന്നത്. ആ ജോബ് റോളുകളൊക്കെ ഒരു ബേസിക് സെറ്റ് ഓഫ് സ്കിൽസ് ഉള്ള, അജയ് പറഞ്ഞതുപോലെ തന്നെ സയൻസിന്റെ ഒരു ചായ്വും സോഷ്യൽ സയൻസിന്റെ ഒരു അറിവും, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ചെയ്ത് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്തൊക്കെ എത്തുന്ന പൊസിഷൻസ് ആണിത് പലരും. അപ്പം ഒരു എഞ്ചിനീയർ പോലും പലപ്പോഴും 10 years ഡൗൺ ദ ലൈൻ അയാൾ ഒരു എഞ്ചിനീയറിംഗ് വർക്കിലല്ല ഏർപ്പെട്ടിരിക്കുന്നത്. പകരം അയാൾക്കൊരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഗ്രോത്ത് ഉണ്ടെങ്കിൽ അയാൾ എത്തിപ്പെടുന്ന ലെവൽ വളരെ വലുതായിരിക്കും. സെയിം തിങ് വിത്ത് ഡിഗ്രി കോഴ്സസ് കാര്യങ്ങളെല്ലാം. ഇനിഷ്യലി ഉള്ള എൻട്രി പോയിന്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. പക്ഷെ പിന്നീട് എവിടം വരെ എത്തും എന്നുള്ളതും നമുക്കിപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഇവോൾവിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ആണ് ഇപ്പോഴത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, റോളുകളായിക്കോട്ടെ. അതുപോലെ ഞാൻ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് എന്ന് കേൾക്കുന്നത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിനു ശേഷമാണ്. ഓപ്പറേഷണൽ റിസർച്ച് എന്ന് കേൾക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് അറിയുന്നത് ഇത്ര ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ കുട്ടികളെ ഇത് മൊത്തത്തിൽ നമുക്ക് അറിയിക്കാനായിട്ട് ഇപ്പൊ പേരൻസ് പലപ്പോഴും ചോദിക്കും എന്ത് റോൾ എന്ന് കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതെല്ലാം വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ജോബ് മാർക്കറ്റും കാര്യങ്ങളുമാണ്. ദി ആൻസർ ഈസ് ഇൻ ദി അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറ്റംപ്റ്റ് കിട്ടി ഇത്തരത്തിൽ നമ്മൾ പോയ പോലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി അവർ തന്നെ കണ്ടുപിടിച്ച് സംസാരിച്ച് ആൾക്കാരോട് ചേട്ടൻ പറഞ്ഞ സംസാരിച്ച് ആണ് ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അവരറിയുന്നത്. അപ്പം അതിനു വേണ്ടി ചേട്ടൻ നല്ല ഗിവ് ഇറ്റ് എ ട്രൈ എന്നല്ലേ. അതെ, ഒരു ധൈര്യം നമ്മൾ കാണിക്കേണ്ടത് തന്നെ വരും. അതെ, ആ ധൈര്യം പക്ഷെ നമുക്ക് വളരെയധികം റിമ്യൂണറേറ്റിംഗ് ആൻഡ് റിവാർഡിംഗ് ആവുകയും ചെയ്യും. അതെ,
നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ഹോൾ ഹാർട്ടഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുള്ള, അജയ് പറഞ്ഞതുപോലെ കോമ്പറ്റീഷൻ നമ്മൾ ഒരു പടിയും കൂടെ പുഷ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റിലേക്ക് നമ്മളെ സ്വയം പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ നമ്മളത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ CUT-ക്കുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങുന്നു. അവർക്ക് 10ന് ശേഷം CUT-യുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ചിന്തിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോഴും പലപ്പോഴും നമുക്ക് സംഭവിച്ചത്, ഇപ്പം CUT എക്സാമിനേഷൻ ഈ അടുത്ത് കൺക്ലൂഡ് ചെയ്തു, പലപ്പോഴും നമ്മൾ കണ്ടത് എക്സാമിനേഷന് ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യം പോലും അറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഒരു മാസം മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അപ്ലൈ എങ്കിലും ചെയ്യാൻ പറ്റിയേനെ എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, ഈ പറയുന്നതുപോലെ ഈ സൊസൈറ്റിയിലുള്ള യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഇങ്ങനൊരു അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ശരിക്കും ഇപ്പോഴും ഉണ്ട്. അതിന് വേറൊരു സോഷ്യൽ ഡയമെൻഷനും കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു കുട്ടിയാണെന്ന് വിചാരിച്ചോ, ആ കുട്ടീൻ്റെ പാരൻ്റൽ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കുടുംബത്തിലുള്ള സ്വത്തോ ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. മറിച്ച് ആ കുട്ടി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും ആ കുട്ടിയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പഠിച്ചിട്ടായിരിക്കും ആ കുട്ടീൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ ഫാമിലി രക്ഷപ്പെടുന്നത് പോലും. ഇപ്പം നമ്മൾ തന്നെ DUവിൽ എത്ര പേരെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് അവിടുന്ന് മുന്നോട്ട് പോകുന്ന, ഞാൻ തന്നെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ തന്നെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളും അതിനകത്ത് അവർ കണ്ടുപിടിക്കുന്ന കുറേ അവസരങ്ങളും തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സോഷ്യൽ ലാഡർ ക്ലൈംബ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ, എൻ്റെ അടുത്ത് വരുന്ന സാധാരണക്കാരായ ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അതാണ്. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നല്ല സ്ഥലങ്ങളിൽ പോയി പഠിക്കൂ, ആ പഠിക്കുന്ന സ്ഥാപനമാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. പിന്നെ ഇപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റീഫേനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്വീകാര്യത ഉണ്ടല്ലോ. സോ അതേപോലെ അവർ ഏത് ജാതി, ഏത് സ്ഥലം, എവിടെ നിന്നാണെങ്കിൽ വന്നോട്ടെ, പക്ഷേ ഇത് അവർ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു സോഷ്യൽ ഡയമെൻഷനും കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 15 ഇയേഴ്സിലേക്കെങ്കിലും ഈ ബ്രാൻഡ് വാല്യൂ നമുക്ക് വാലിഡ് ആണ്. അതിനുശേഷം ഒരു പക്ഷേ നമ്മൾ ഏത് ഓർഗനൈസേഷനിലാണല്ലോ ആ ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് ആവും നമ്മുടേത്, അല്ലെങ്കിൽ നമ്മുടെ ജോബ് റോളിൻ്റെതാകും. ഒരു 15 ഇയേഴ്സ് നമുക്ക് ഒരുപാട് വാതിലുകൾ തുറന്നിരുന്ന ബ്രാൻഡുകളാണ് ഈ പറയുന്ന ഈ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ. ഇപ്പം നമ്മൾ കുറെ നേരമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജ് അല്ലായിരുന്നെങ്കിൽ അജയ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തേനെ? ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്ക് DU കിട്ടിയില്ല എന്നുള്ളൊരു സിനാരിയോ ആയിരുന്നെങ്കിൽ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇംഗ്ലീഷ് ഇല്ല. സോ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയേനെ. പക്ഷേ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുമായിരുന്നു എന്ന് വെച്ചാൽ സോറി, ഞാൻ ചിന്തിച്ചിട്ടില്ല പറ്റി. പക്ഷേ എന്നാൽ പോലും ഒരു പക്ഷേ HCU തന്നെ പോയേനെ. എനിക്കിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അജയ് പറഞ്ഞതുപോലെ സൊസൈറ്റി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലും സ്കൂളുകളിലും പോലെ സൊസൈറ്റി ഉണ്ട്. ഇപ്പം സ്റ്റീഫൻസ് പോലെ അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സൊസൈറ്റീസ് എന്താണ് വ്യത്യാസം എന്നും കൂടെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും അതെനിക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും എനിക്ക്. കാരണം ഞാൻ ഇവിടെ ഒരു കോളേജിൽ വർക്ക് ചെയ്തും കൂടി ആളാണല്ലോ. അപ്പം എനിക്ക് വന്നിട്ടുള്ള പലപ്പോഴും ആർക്ക് എന്താ ഈ സൊസൈറ്റി എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ആൾക്കാർക്ക്. ബേസിക്കലി ക്ലബ്ബുകൾ തന്നെയാണ് നമ്മളെ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അവിടുത്തെ സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 10-40ഓളം ക്ലബ്ബുകളുണ്ട് അവിടെ. അതായത് ഇപ്പം ഡിസ്കഷൻ ഗ്രൂപ്പ് തുടങ്ങി മലയാളം ലിറ്റററി സൊസൈറ്റി, ബംഗാളി ലിറ്റററി സൊസൈറ്റി ഉൾപ്പെടെയുള്ള പല സൊസൈറ്റികളുണ്ട്. ഏറ്റവും സ്റ്റാർക്ക് ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ എല്ലാം സ്റ്റുഡൻസാണ് കൺട്രോൾ ചെയ്യുന്നത്. ആരെ ഇൻവൈറ്റ് ചെയ്യണം, എങ്ങനെ പരിപാടി ഓർഗനൈസ് ചെയ്യണം. നമുക്കൊരു സ്റ്റാഫ് അഡ്വൈസർ ഉണ്ടെങ്കിലും സ്റ്റാഫ് അഡ്വൈസർ എല്ലാം ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് പോകുന്ന മാത്രം പണിയേ സ്റ്റാഫ് അഡ്വൈസർക്കുള്ളൂ. പരിപാടിയായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതോട്ട് എല്ലാം ചെയ്യുന്നത് സ്റ്റുഡൻസാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ കുറേയൊക്കെ ടീച്ചേഴ്സ് ഇൻവോൾവ് ആയിട്ട് കുട്ടികളുടെ ഓർഗനൈസിങ് കപ്പാസിറ്റീനെ കുറച്ച് കളയുന്നുണ്ടോ എന്നുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫാക്കൽറ്റിൻ്റെ തലയിൽ കൂടി പോകേണ്ട ഒരു പരിപാടിയല്ല അത്. മറിച്ച് ഫാക്കൽറ്റി എല്ലാം ഓക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നല്ലൊരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ മാത്രം വർക്ക് ചെയ്യേണ്ട ഒരാളാണ് ഫാക്കൽറ്റി എന്നുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം തന്നെ ഇതിൻ്റെ മൊത്തം ഓർഗനൈസേഷനിൽ അഗൈൻ കുട്ടികൾ ഇൻവോൾവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ഇയറിൽ വർക്ക് ചെയ്തൊരു വളണ്ടിയർ സെക്കൻഡ് ഇയർ എക്സിക്യൂട്ടീവ് കൗൺസിൽ വരണമെന്ന് തീരുമാനിക്കുന്നത് ആ വർഷത്തെ സെക്കൻഡ് ഇയർ എക്സിക്യൂട്ടീവ് കൗൺസിലും തേർഡ് ഇയർ എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ്. സോ അങ്ങനെ ഒരു കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യും.
സോ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി, നമ്മൾ കുറേ ഡിഗ്രി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നല്ലൊരു കേപ്പബിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇങ്ങനത്തെ കുറേ എക്സ്ട്രാ കരിക്കുലർ പരിപാടികളിലൂടെ പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എനിക്ക് സ്റ്റാർക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നിയിട്ടുണ്ട്. അത് വളരെ ശരിയായിട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പം എ ഐ വന്ന് ജോബ് മാർക്കറ്റിലെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പേഴ്സണാലിറ്റി ഒക്കെ എന്ത് കാര്യമാണെങ്കിലും അഡാപ്റ്റ് ചെയ്യാനും ചെയ്തെടുക്കാനും ഉള്ള ഒരു കഴിവ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഏജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ജോബ് ഓപ്പർച്യൂണിറ്റീസിനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും പഠനം മാത്രം എന്നുള്ളൊരു സിസ്റ്റം നമ്മുടെ സമയത്ത് തന്നെ ഒരുപാട് മാറിയിരുന്നു. ഇപ്പം അത് കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അക്കാഡമിക്കലി ഉള്ളൊരു കാര്യം, അല്ലെങ്കിൽ പ്യുവർ അക്കാഡമിക്സ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം ChatGPTയിലോ പെർപ്ലെക്സിറ്റിയിലോ ഏതിലെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നോളജ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ChatGPT ഡിഗ്രിക്ക് തന്നെ പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ അതിലേക്കായിരുന്നു പറയാൻ വന്നിരുന്നത്. അതിൻ്റെ ഉത്തരം ഞാൻ വേറെ രീതിയിൽ പറയാം. ഇപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ചിട്ട് പലരും ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ചില അക്കാഡമികളൊക്കെ അതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് ഡിഗ്രിക്ക് ഇഗ്നോയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്തിട്ട് നിങ്ങൾ ആ 3 വർഷം സിവിൽ സർവീസിന് വേണ്ടി പഠിച്ച് 21ാമത്തെ വയസ്സിൽ നിങ്ങൾ കളക്ടറാകുന്നു. നിങ്ങൾ 21ാം വയസ്സിൽ കളക്ടറായിരിക്കും, പക്ഷേ യു വിൽ ബി ആൻ ഇൻഎഫിഷ്യൻറ്റ് ഓഫീസർ. ബിക്കോസ് കോളേജിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചേട്ടൻ പറഞ്ഞാൽ ഈ നോളജിന് പുറത്ത് ത്രൂ ഓർഗനൈസിങ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ റിയൽ ലൈഫ് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ യു എൻ്റെ കുറേ നോളജുള്ള പക്ഷേ പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപകാരമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മാറും. ഇനി ഈ അതായത് കോളേജിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് നിങ്ങൾക്ക് ചിലപ്പോൾ ChatGPT വഴി കിട്ടുമായിരിക്കും, പക്ഷേ ഈ എക്സ്പോഷർ, ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓർഗനൈസേഷൻ സ്കില്ലുകൾ, ഇതെല്ലാം എനിക്കൊന്ന് അതിനൊരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനും ആ ഇമോഷണൽ ഒരു കോഷൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് IQ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം ഭയങ്കര ഒരു ഈവിൾ ലോകമായിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം നമ്മൾ ഈവൻ കോർപ്പറേറ്റ് സെക്ടറിലാണെങ്കിലും ESG എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റിലും വേണമെന്നൊക്കെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി വർക്ക് സ്പേസിൽ വേണമെന്നൊക്കെ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് വരുന്നൊരു സമയത്താണ് നമ്മളിങ്ങനൊരു ഡിസ്കഷൻ നടത്തുന്നത്. അപ്പം കോർപ്പറേറ്റ് വേൾഡ് പോലും എത്തിക്കലാണെന്ന് പറയുന്നൊരു സമയത്ത് ഇൻഡിവിജ്വൽ ആൻഡ് എത്തിക്കൽ ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നോളജിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒരു AI പ്ലാറ്റ്ഫോമിലൂടെ മാത്രം നോളജ് കിട്ടിയാൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും, പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഹെൽപ്പ് യു ടു സക്സീഡ് ഇൻ ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അറിവുണ്ടാവും, അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപകാരം ഉണ്ടാക്കാം എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ വേറെ കുറെ സാധനങ്ങളും കൂടെ വേണം. തരാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് വേണ്ടി വരും, അല്ലേ? ഉറപ്പായിട്ടും അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ. പിന്നെ ഈ പറയുന്നത് പോലെ സൊസൈറ്റീസിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ വലുതെന്ന് കരുതിയ ഒരുപാട് ബ്രാൻഡുകളായിക്കോട്ടെ, ഒരുപാട് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവരിലേക്കൊക്കെ നമുക്കൊരു ആക്സസ് കിട്ടുന്നത് ഈ സൊസൈറ്റീസിന്റെ ഭാഗമായിട്ട് നിന്നപ്പോഴാണ്. അതുവരെ നമ്മൾ ഇവരെയൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ഇതൊക്കെ വലിയ വലിയ കൊഗ്ലോമറേറ്റ്സ് ആണല്ലോ, അല്ലെങ്കിൽ വലിയ ഗവൺമെന്റ് ബോഡീസ് ആണല്ലോ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെ നമുക്കും ആക്സസബിൾ ആണ്. അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കും അവിടം വരെയൊക്കെ എത്താം, അവരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് പുറകിൽ കുറെ കൾച്ചറൽ ഷോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ജേർണി മൊത്തം കഴിഞ്ഞു കഴിയുമ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് ഒരാളായിട്ട് മാറുന്ന ഒരു ഫിനോമിനൻ. അതെ, നമുക്ക് ഇപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളുടെ ഒരു ലെറ്റ്സ് സേ സ്പോൺസർഷിപ്പിന് പോകുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് ടെൻഷനായിരിക്കും. പക്ഷെ നമ്മളവിടെ പോയി നമ്മൾ കോളേജിൽ നിന്ന് പറയുമ്പോൾ അവർ നമ്മൾ റിസീവ് ചെയ്യുന്നു, സ്പോൺസർഷിപ്പ് എങ്ങനെ പിച്ച് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നു. ഇതെല്ലാം നമ്മൾ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ സ്കില്ലല്ലേ. നമുക്ക് കുറേ കോണ്ടാക്ട്സുകൾ കിട്ടുന്നു. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത്, നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി ഹീസ് കമ്മിങ് ഫ്രം ഒരു അത്ര നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ലാപ്ടോപ്പ് പോയി. അപ്പോൾ ഹി കാണ്ട് അഫോർഡ് ടു ബൈ അനദർ ലാപ്ടോപ്പ്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെ CSR ലിസ്റ്റ് എടുത്തു, മെയിൽ ID, എന്നിട്ട് എല്ലാ കമ്പനിയിലേക്കും ഒരേ മെയിൽ BCC ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് റെസ്പോൺസ് കിട്ടി, ഡെല്ലിൻ്റെ CSR ഞങ്ങൾക്ക് റെസ്പോൺസ് കിട്ടി. എന്നിട്ട് അവന് ഹി ഗോട്ട് എ ലാപ്ടോപ്പ്. സോ അതിനുള്ള കോൺഫിഡൻസ് വരുന്നത് കോളേജിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ ബ്ലൂ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു അക്യൂമുലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു സാധനത്തിൻ്റെ പുറത്തുനിന്നാണ്. സോ അങ്ങനെയൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ ചെയ്യണം. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ലൈഫിലും ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് സാധാരണയായി വന്ന ഒരാൾക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നത് ഈ പ്രോസസ്സിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ്.
തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് ഇന്റേൺഷിപ്പുകൾ. ഇപ്പം ഇവന്റ്സ്, ക്ലബ്ബ് കാര്യങ്ങൾ, അക്കാഡമിക് സ്പേസ്, അതിനെപ്പറ്റി കോമ്പറ്റീഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അധികം കേട്ടുപരിചയമില്ലാത്തൊരു സാധനമാണ് ഇന്റേൺഷിപ്പുകൾ. അൺപെയ്ഡ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലും വെറുതെ പോയി നിൽക്കുന്ന ഇന്റേൺഷിപ്പുകളെ പറ്റി പലപ്പോഴും നാട്ടിൽ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ NEPന്റെ ഭാഗമായിട്ട് 4 ഇയർ UG കോഴ്സിൽ കമ്പൾസറി ആണ് മാർക്കിങ്ങില് 2 മാർക്സ് എന്തോ 2 ക്രെഡിറ്റ്സ് എന്തോ അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കുറെ പോയി ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നത്. ഒരു അവസ്ഥയും ഉണ്ട് ഇപ്പോൾ. അതിപ്പോ മാൻഡറ്ററി ആയിട്ട് ഇന്റേൺഷിപ്പുകൾ എല്ലാ കോളേജിലും വേണം എന്നുള്ള അവസ്ഥ. അതിന് മുന്നേ ഓർഗാനിക് ആയിട്ട് ഇന്റേൺഷിപ്പിന്റെ ഒരു കൾച്ചർ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അജയ് പറഞ്ഞതുപോലെ ഇന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ന കോളേജിൽ നിന്നാന്നും പറഞ്ഞ് നമ്മളൊരു ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ദർ ഇസ് ഓൾവേസ് എ വെയിറ്റ് ബിഹൈൻഡ് ദാറ്റ്. ആ ഒരു ബ്രാൻഡ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിടും. ആ ഇന്റേൺഷിപ്പുകളും ഈ പറയുന്നത് പോലെ നമ്മുടെ ഹോൾസം ഡെവലപ്മെന്റിനായിക്കോട്ടെ, നമ്മുടെ ഫ്യൂച്ചർ കണക്ഷൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, അതിലേക്കൊക്കെ ഒരുപാട് നമുക്ക് ലീഡ് തരുന്ന അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇന്റേൺഷിപ്സിനെ പറ്റി അജയ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു ഐ വുഡ് ലവ് ടു ടോക്ക് അബൌട്ട് ദിസ് ടോപ്പിക്. കാരണം NEPന്റെ ഈ 2 ക്രെഡിറ്റ് സിസ്റ്റം വരുന്നതിന് മുമ്പ് ഞാൻ ഇരിഞ്ഞാലക്കുട പഠിക്കുന്ന സമയത്ത് എൻ്റെ ഡേ 1 തൊട്ട് ഞാൻ കുട്ടികളോട് പറയുന്നൊരു പ്രോസസ്സായിരുന്നു CV ബിൽഡിങ്. കാരണം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ കയറുമ്പോൾ നമുക്ക് അവയർനെസ് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ സ്റ്റുഡൻസിന് കിട്ടണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഫാക്കൽറ്റി ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഒന്നായിരുന്നു ഈ CV ബിൽഡിംഗ് പ്രോസസ്സ്. കാരണം നമ്മളിത് കാണുന്നത് അവിടെ വരുന്ന വലിയ വലിയ കുട്ടികൾ ഡേ 1 തൊട്ട് CV ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്യുന്നു, ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണ് അവർ ലാസ്റ്റ് 3rd ഇയർ ആകുമ്പോഴത്തേക്ക് പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്ന സമയത്ത് ഒരു കമ്പനി വരുമ്പോൾ അവർക്ക് ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാകുന്നതും അവർക്ക് സെലക്ഷൻ കിട്ടുന്നതും അവർ പ്ലേസ്ഡ് ആകുന്നതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്ലേസ്മെൻറ്റിന് ലാസ്റ്റ് ഇയർ ആകുമ്പോൾ എല്ലാവരും ചട്ടക്കൂട്ടം എഴുന്നേക്കും. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇവിടെ നാട്ടിൽ പൊതുവേ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുട്ടികളോട് എപ്പോഴും പറഞ്ഞ CV ബിൽഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സാണ് ഇൻറ്റേൺഷിപ്പ്. ഇൻറ്റേൺഷിപ്പ് ബേസിക്കലി ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡിൽ, ലെറ്റ്സ് സമ്മർ വെക്കേഷൻ്റെ സമയത്തെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയിലോ പോയിട്ട് നമ്മൾ കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കുന്നു. സോ ഇതാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആസ്പെക്റ്റ്. ഒന്ന്, നമുക്ക് നമ്മൾ പോകുന്ന സബ്ജക്റ്റിൽ നമുക്ക് കുറേ ക്ലാരിറ്റി കിട്ടുമോ ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ കാര്യം തന്നെ, നമ്മളിപ്പോൾ ഫോറിനേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സിന് പുറമെ നമ്മളുടെ അതർ ഏരിയാസിലുള്ള ആൾക്കാരും കൂടി വേണം. സോ ആ സമയത്ത് നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രൊജക്ട് ഹെഡ് ആയിട്ടുള്ള സാറോ അല്ലെങ്കിൽ നമ്മൾ ലെറ്റ്സ് ഇപ്പം ജേർണലിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ആ പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്ററിൻ്റെ അടുത്തുനിന്നോ ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എടുക്കാൻ പറ്റും. സോ ഇത് അവരുടെ അഡ്മിഷൻ സ്ട്രോങ് ആക്കും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്ന സമയത്തും നിങ്ങൾ ഇവിടെയൊക്കെ പണിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഹൗ ആക്റ്റീവ് യു ആർ, ഹൗ പാഷനേറ്റ് യു ആർ, ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്സ്പേർട്ടിസം ഈ കുട്ടിക്ക് ഈ ഫീൽഡിലുണ്ട് എന്നുള്ളൊരു സാധനം പുറത്തേക്ക് വിടുന്നൊരു സാധനമാണ്. കാരണം കുറേ കാൻഡിഡേറ്റ്സ് വരും, അതിൽ ഏത് കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഫാക്ടേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കാൻ പോകുന്നത്. സോ ഇങ്ങനൊരു 3 ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ആണ് പൊതുവേ ഞാൻ ഇൻറ്റേൺഷിപ്പിന് കണ്ടിട്ടുള്ളത്. അവിടെയൊക്കെ ആൾക്കാർ 2 ക്രെഡിറ്റ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു ഇൻറ്റേൺഷിപ്പ്. അത് അവരെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. സോ ഇപ്പോഴും ഇവിടെയും കുട്ടികൾ ആ ഒരു കൾച്ചറിലേക്ക് പതുക്കെ വന്നു തുടങ്ങി. സോ അതൊരു പോസിറ്റീവ് സൈൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇതാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പിനെ പറ്റി പറയാനുള്ളൊരു ടേക്ക്. കുറെ സമയം കൊണ്ട് അജയ് ഒരുപാട് കാര്യങ്ങളെ പറ്റി ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്റേൺഷിപ്പുകളെ പറ്റി പറഞ്ഞു, ക്ലബ് ആക്ടിവിറ്റീസിനെ പറ്റി, സൊസൈറ്റികളെ പറ്റി പറഞ്ഞു. കുട്ടികൾക്കും പേരൻസിനും ഉണ്ടാകുന്ന കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സ്വയം പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസിനെ പറ്റി നമ്മൾ ഒരുപാട് ആലോചിക്കും. ഞാനിവിടുന്ന് അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടുമോ? ഞാൻ സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ സാധാരണ കേരളത്തിലെ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്താൽ കിട്ടാൻ തക്കവണ്ണം എനിക്ക് ക്വാളിറ്റി ഉണ്ടോ? ആ ഒരു ഇൻസെക്യൂരിറ്റി പലപ്പോഴും എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസിനേക്കാൾ മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ്. കാരണം അവർക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ ദേ ഹാവ് ദ കോൺഫിഡൻസ്. അതെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നേ 10 തവണ ആലോചിക്കും. എനിക്കൊക്കെ പ്രശ്നമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളും ഒക്കെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അജയ് ഫേസ് ചെയ്ത് ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്കും, ഇപ്പം 10th പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഏത് രീതിയിൽ എടുക്കണം എന്ന് അവർ ആലോചിക്കുന്നുണ്ടാവും. പലപ്പോഴും കോൺഫിഡൻസ് കുറവായിരിക്കും അവരെ ചില സ്റ്റെപ്പുകളിൽ നിന്ന്, ചില ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നിന്ന് പിൻവലിക്കുന്നത്. അവരോട് അജയ്ക്ക് പറയാനുള്ള ഫ്രം യുവർ എക്സ്പീരിയൻസ്? ഷുവർ. അത് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറേ അടുത്ത് പറഞ്ഞ കോട്ടാണിത്, പക്ഷേ ഐ തിങ്ക് ഈ കോട്ടാണ് ഞാൻ എപ്പോഴും ലൈഫിൽ ഹോൾഡ് ചെയ്യുന്നത്. ഒന്ന്,
മറ്റേ ഹാരി പോട്ടറിൽ തന്നെയാണ് ഡംബിൾഡോർ ഹാരിനോട് പറയുന്ന സെക്കൻഡ് ബുക്കിൽ പറയുന്നൊരു കാര്യമാണിത്. അതായത് ഹാരി, ഇറ്റ് ഈസ് ആർ ചോയ്സസ് ഫാർ മോർ ദാൻ അവർ എബിലിറ്റി ദാറ്റ് ഡിഫൈൻസ് അസ് എന്ന്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെടുക്കുന്ന ചോയ്സസ് ആണ് നമ്മുടെ എബിലിറ്റിനേക്കാൾ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കിത് കിട്ടുമോ, അല്ലെങ്കിൽ നാട്ടിൻപുറത്തായ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ ചോയ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എബിലിറ്റി വന്നു തുടങ്ങും. ഇപ്പോൾ ഹാരി പോട്ടറിലാണെങ്കിലും ഹാരിയുടെ കയ്യിൽ നിൽക്കുന്ന പല കാര്യങ്ങളും അല്ല അതിൽ സംഭവിക്കുന്നത്. പക്ഷേ ആ മൊമെൻറ്റിൽ ആരെങ്കിലുമൊക്കെ ഹാരിനെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിമിലർലി എനിക്കും പലതിലും കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ മൊമെൻറ്റിലും ഞാനെടുത്ത ഓരോ ചോയ്സസിലും ഐ ഹാഡ് ഗോട്ട് എ ഗുഡ് കമ്പനി ഓഫ് പീപ്പിൾ ഹു ഹെൽപ്പ് മീ ടു അച്ചീവ് ദാറ്റ് എബിലിറ്റി. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അൻഡു ബേട്ടനും, ഇപ്പോൾ ലീഡിൻ്റെ ഡയറക്ടറായിട്ടുള്ള അൻഡു ബേട്ടനും, അതേപോലെ അരുൺ, നേരത്തെ പറഞ്ഞ നമ്മുടെ തന്നെ സീനിയർ ആയിട്ടുള്ള അരുൺ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സോ ദേ വർ ഹെൽപ്പിംഗ് മീ. അതായത് ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും ടെൻഷൻസ് ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആൾക്കാർ ഇവൻ ഓൾറെഡി സ്റ്റേറ്റിൽ നിന്ന് എന്തിനാണ് CBSE പോകുന്നത്, നേരെ ആൾക്കാർ തിരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇവൻ ഇതൊരു മണ്ടത്തരാണെന്നൊക്കെ പറഞ്ഞു, വെറുതെ കുട്ടിയുടെ കരിയർ പോക്കുകയാണ്, ടെൻഷൻ കയറ്റുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോ മൊമെൻറ്റിലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്ന് ഞാൻ ഒളിച്ചോടുന്നോ അന്ന് തൊട്ട് ഞാൻ ഫെയിലായിപ്പോവും. കാരണം ഓരോ തവണ ഒളിച്ചോടുമ്പോൾ പിന്നെ എൻ്റെ ഇനേറ്റ് ടെൻഡൻസി അതായിട്ട് മാറും. അതായത് ഏത് ക്രൈസിസ് മൊമെൻറ്റ് വന്നാലും എനിക്ക് ഒളിച്ചോടാനുള്ള ടെൻഡൻസി ആയിരിക്കും പിന്നെ കൂടുതലുണ്ടാകുക, റാദർ ദാൻ ആ ഒരു സാധനത്തിനോട് ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അന്ന് ഞാനത് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈവൻ ഇന്നിവിടെ ഈ ഒരു ഡിസിഷൻ സിവിൽ സർവീസ് കിട്ടിയത് വരെ ആ ഒരൊറ്റ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു കോൺഫിഡൻസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ കുട്ടികളോട് പറയാം, എല്ലാം ലേണിംഗ് കർവ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ CUT എഴുതി കിട്ടിയില്ല, പക്ഷെ അവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെയാണ്, കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അതെവിടെയെങ്കിലൊക്കെ ഈ ലേണിംഗ് കർവ് നമ്മൾ ഇതാക്കും. ഇപ്പം ഭയങ്കര സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് മൊമെൻറ്റിൽ നമുക്ക് ടെൻഷൻ വരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഐ ഹാഡ് ടു ടേക്ക് എ സെഷൻ, ഒരു ടോപ്പർ സെഷൻ അറ്റ് ലീഡ്, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അന്ന് തലേദിവസം വരെ എനിക്ക് ടെൻഷനാണ്. കാരണം ഒരു 10-15 ടോപ്പിക് എടുക്കാനുണ്ട്. സാധാരണ നമ്മളൊരു ക്ലാസ് എടുക്കുന്നത് 2-3 ടോപ്പിക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മൂവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ ഈ 10-15 ടോപ്പിക്കുകൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഐ നീഡ് ടു മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് എല്ലാം ടൈംലി തീർക്കണം, എല്ലാം കൃത്യമായിട്ട് കൺവേ ചെയ്യണം. അപ്പോൾ ആ എടുക്കുന്നതിൻ്റെ സെഷന് മുമ്പ് ചോറൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും മിണ്ടുന്നൊന്നുമില്ല. ഐ വാസ് അണ്ടർ ടെൻഷൻ. പക്ഷേ ഐ നോ ദാറ്റ് ലൈഫിൽ ഒരു ടൈമിൽ ഞാനിത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, പിന്നെ ഇതേപോലത്തെ സെഷൻസോ അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പം നാളെ സർവീസിലും 10-15 കാര്യങ്ങൾ ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാലും ഐ വിൽ ബി കോൺഫിഡൻറ്റ്. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ എക്സ്പോസ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക, നമ്മളെടുക്കുന്ന ചോയ്സസുകളിൽ വിശ്വസിക്കുക. അത് തന്നെ നമ്മൾ എബിലിറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ മിസ്റ്റേക്ക് ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ എല്ലാം ലേണിംഗ് കർവാണ്, ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് റോങ് അതും ഒരു ലേണിംഗ് കർവാണെന്ന് വിശ്വസിച്ചാൽ എനിക്കൊന്ന് നമ്മളെ ടെൻഷനൊക്കെ മാറും. പിന്നെ ലോകത്തിലെ എല്ലാ നല്ല കാര്യത്തിനും യു നീഡ് ടു ഗോ ത്രൂ ദിസ് പ്രോസസ്സ്. അല്ലാതെ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ എനി അച്ചീവ്മെൻറ്റ് ഇൻ ലൈഫ് എന്ന് വിശ്വസിക്കുകയാണെങ്കിലും ഐ തിങ്ക് മൈൻഡ് സെറ്റ് ആൾക്കാരുടെ ബെറ്റർ ആവും, ഇങ്ങനത്തെ ഒരു ലൈഫിനെ ഓവറോൾ ബെറ്റർ ആക്കുന്നതിലാണെങ്കിൽ. വെരി ടച്ചിങ്. കാരണം ഇത് അജയ് അത് ഹാർട്ടിൽ നിന്ന് പറഞ്ഞതാണെന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. വി ഹാവ് ടേക്കൺ ഇനഫ് റിസ്ക്. അതെ അതെ അതെ. 10ാം ക്ലാസ് തൊട്ട് റിസ്ക് എടുത്ത് വന്ന ഒരാളാണ്. അതിന്റെ എല്ലാ റിസൾട്ട്സും ഡിവിഡൻസും ആണ് ആക്ച്വലി ഇപ്പം അജയ് എൻജോയ് ചെയ്യുന്നതല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും, അത് ഒരു സംശയമില്ല. നമ്മുടെ കുട്ടികളും അത് തന്നെയാണ് ഒരു പരിധി വരെ ചെയ്യേണ്ടത്. അതെ അതെ, അവരെപ്പം റിസ്ക് എടുത്ത് തുടങ്ങുന്നു, അവരുടെ പേരൻസ് അവരെ നമ്മൾ റിസ്ക് എടുത്ത് തുടങ്ങുമ്പോൾ പലപ്പോഴും കുട്ടികൾ റിസ്ക് എടുത്ത് തുടങ്ങുമ്പോൾ പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്തു തുടങ്ങും. അതെ, അവർക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് പേരൻസിന് തോന്നിയാൽ ഓക്കെ. അല്ല, ഒറ്റ കാര്യമുണ്ട് ഇതിൽ. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 9 മണിക്ക് വന്ന് 3 മണിക്ക് കോളേജിൽ നിന്ന് കടന്നു വന്നൊരു ആവറേജ് സ്റ്റുഡൻ്റായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 മണി തൊട്ട് 3 മണി വരെ നിങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് മേക്ക് എ ഡിഫറൻസ്. നിങ്ങളുണ്ടാക്കുന്ന ലെഗസി, നിങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇപ്പം എവിടെയാണെങ്കിലും നമ്മളുണ്ടാകുന്ന സ്പേസിൽ മേക്ക് ആൻ ഇമ്പാക്റ്റ് ആൻഡ് ഗോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ യു ക്യാൻ ലീവ് ആൻ ആവറേജ് ലൈഫ്. അല്ലെങ്കിൽ ആവറേജ് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ ചെയ്യുന്ന ജോലിയുടെ ഇത് വെച്ചിട്ടോ ഒന്നുമല്ല, മറിച്ച് അവർ ബാക്കിയുള്ളതിലേക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അവരുടെ ആ ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് എങ്ങനെയാണ് അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് വെച്ചിട്ട് യു ക്യാൻ ലീഡ് എ മീനിങ് ഫുൾ ലൈഫ് റാദർ ദാൻ ഒരു 9 മണിക്ക് കയറിയിട്ട് 3 മണിക്ക് പോകുന്നൊരു സ്റ്റുഡൻറ്റ് ലൈഫിനേക്കാൾ. അത് എവിടെയാണെങ്കിലും ഓഫീസ് സ്പേസിലാണെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകുന്നൊരു ഓഫീസറായി മാറാം. അല്ലെങ്കിൽ ആ 9 മണിൻ്റെ 5 മണിൻ്റെ ഇടയിൽ
ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാം. സോ ഇത് നമ്മളെടുക്കുന്ന ഡിസിഷൻസും ചോയ്സസ് അനുസരിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഒരു തവണ നമുക്കൊരാളെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമാവുകയും ചെയ്യും. ഉറപ്പായിട്ട് ആ പ്രചോദനത്തിൻ്റെ ഉത്തമ എക്സാമ്പിളാണ് ഞാൻ. കഴിഞ്ഞ വർഷം റാങ്ക് കിട്ടിയ സമയത്ത് ഐഗോടെ റാങ്ക് 730 ആയിരുന്നു. അപ്പോൾ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷേ വീണ്ടും ഈ എക്സാം പ്രോസസ്സിലൂടെ കടന്നു പോകാൻ എനിക്ക് ഒട്ടും മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ IRSലുള്ള ഒരു മാമുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാമിനെ മെസ്സേജ് അയച്ചു, മാം എനിക്ക് തോന്നുന്നില്ല ആ ഒരു മെൻ്റൽ സ്ട്രെച്ച് ഉണ്ട് എനിക്ക് ഒരു എക്സാം കൂടി കൊടുക്കാൻ, വാട്ട് യു തിങ്ക് എന്ന് ചോദിച്ചു. അപ്പോൾ മാം പറഞ്ഞൊരു കഥയുണ്ട്. കഴിഞ്ഞ വർഷം റാങ്ക് കിട്ടില്ല ഇപ്പം കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായിട്ടുള്ള മാളവിക ചേച്ചിയുണ്ട്. ചേച്ചി പ്രഗ്നൻസിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 14 ദിവസമാണ് മെയിൻസ് എക്സാം എഴുതുന്നത്. മെയിൻസ് പ്രിലിംസ് പോട്ടെ, മെയിൻസ് എക്സാം എഴുതാൻ തന്നെ 6 മണിക്കൂർ 5 ദിവസം കണ്ടിന്യൂസ്, ദാറ്റ് ടു ആഫ്റ്റർ 14 days ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് വൈ കാണ്ട് യു അജയ് എന്നുള്ള. കാരണം മാമിൻ്റെ ജൂനിയർ ആയിരുന്നു ഈ മാളവിക മാം IRSൽ. അപ്പം ചേച്ചിക്ക് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങും ആയിരുന്നു. അപ്പോൾ അത്രയും പ്രഷറുള്ളൊരു ജോബിലും അതേസമയം ഡെലിവറി പോലുള്ള ബയോളജിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇഫ് ഷീ കുഡ് ഡു ഇറ്റ് വൈ കാണ്ട് യു ഷോ യുവർ മെറ്റൽ അജയ് എന്ന് പറഞ്ഞിട്ട് മാം എനിക്കൊരു തിരിച്ചൊരു റെസ്പോൺസ് അയക്കുന്നത്. ആ ഒരൊറ്റ സ്റ്റോറീൻ്റെ പുറത്താണ് ഞാൻ ഇത്തവണ വീണ്ടും എഴുതിയതും I ended up in this kind of a scenario. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ കഥകൾ പറയുന്നതും അതിൽ പ്രചോദനം കണ്ടുപിടിക്കുന്നതും അത് വിശ്വസിക്കുന്നതും ഇതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കാൻ കൂടെ വേണമല്ലോ. എനിക്ക് വന്ന് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെട്ട ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രക്ഷപ്പെട്ട ഒരാൾ മാത്രമല്ല, ഇനി തൊട്ട് ഒരുപാട് പേരെ രക്ഷിക്കാൻ പോകുന്ന ഒരു കഥയും കൂടെയാണ് അജയുടെ ഞാൻ പറയുള്ളൂ. താങ്ക് യു. ഒരുപാട് പേർക്കുള്ള മോട്ടിവേഷനും പ്രചോദനവും തന്നെയാണ് അജയ്. ഇപ്പം ഒരു ഡൗട്ട് കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഒരാൾ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ റിസ്ക് എടുക്കുമ്പോൾ ഏത് ഡിഗ്രി വരെ എടുക്കണം എന്ന് ചോദിക്കും. ഇപ്പം ഒരു 10th പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എത്രത്തോളം ഞാൻ റിസ്ക് എടുക്കണം, എത്രത്തോളം ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യണം, ആ ഒരു മെഷർമെന്റ് അജയ് പറഞ്ഞതുപോലെ എല്ലാം ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. എങ്കിലും എവിടെയാ ബാലൻസ് വരയ്ക്കും? സേ ഫോർ എക്സാമ്പിൾ CUVT-ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണെങ്കിലും എഞ്ചിനീയറിംഗിന് പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ CUVT-ക്ക് ഇപ്പോഴും ആ കൾച്ചർ നമ്മുടെ നാട്ടിലില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കണോ എന്ന്, കാരണം കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റികളൊന്നാണ് CUVT പോലുള്ള എക്സാമിനേഷൻ. അതിനുവേണ്ടി ഒരു കൊല്ലം കൂടെ ഡ്രോപ്പ് എടുക്കണോ എന്നുള്ള തീരുമാനം പോലും ഇപ്പം വളരെ റിസ്കി ഒരു പ്രപ്പോസിഷൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ ആ ഒരു ഇതിനാണെങ്കിൽ അജയ്ക്ക് എന്തായിരിക്കും ഉത്തരം? എൻ്റെ ഉത്തരം ഒരു കൊല്ലം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നീറ്റിനും അതേപോലെ എൻട്രൻസിനൊക്കെ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊക്കെ 3 കൊല്ലമൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സോ അവർക്ക് അപ്പോഴും ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല. ഐ മീൻ ദേ ഗെറ്റ് എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഴ്സ്. അപ്പോൾ അതേപോലെ ഒരു 1 year ഇതിനു വേണ്ടി പണിയെടുത്ത് നല്ലൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പ്ലേസ്മെൻറ്റ് മിനിമം നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റെങ്കിലും കിട്ടാത്ത സിറ്റുവേഷൻ വരില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ റാദർ ദാൻ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് ഐ മീൻ വലിയ പ്രോമിസിങ് അല്ലാത്തൊരു കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിനേക്കാൾ 1 വർഷം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 വർഷം ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു അത്യാവശ്യം ഫേമസ് അല്ലാത്തൊരു കോളേജിൽ പോയിട്ട് ലൈഫ് മൊത്തം നിങ്ങളെ വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മച്ച് ബെറ്ററാണ് CUVT-ക്ക് പോയി 1 വർഷം പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട്. ഇല്ലെങ്കിൽ ഓക്കെ 1 വർഷമല്ലേ പോയിട്ടുള്ളൂ. ആൻഡ് 1 വർഷം ഈസ് നോട്ട് എ ബിഗ് ഇയർ. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഓവറോൾ ഇതെടുത്ത് നോക്കുമ്പോൾ 1 വർഷം ഒന്നുമല്ല. സോ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് അതൊരു റിസ്ക് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. റിസ്ക് അല്ല. ഞാൻ വിചാരിച്ച ചേട്ടൻ ഉദ്ദേശിച്ചത് കരിയർ ചേഞ്ചോ അങ്ങനെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ. ദിസ് ഈസ് നോട്ട് എ റിസ്ക് അറ്റ് ഓൾ. കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടിയാൽ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ലൈഫ് ലോങ് ആണ്. റാദർ ദാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതൊരു ശൂന്യതയിൽ നിൽക്കുന്നതിനേക്കാൾ മച്ച് ബെറ്ററാണ്. ഓക്കെ. അപ്പം പിന്നെ ആ ചോദ്യമേ റെലവൻ്റ് അല്ല എന്നാണ് അജയ് പറയുന്നത്. ഞാനാണ് ആ വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് ഐ ഹാവ് ടു തിങ്ക് ലൈക്ക് എ പാരൻറ്റ് ഐ വുഡ് സേ ആ റിസ്ക് എടുക്കുന്നതിന് തന്നെയാണ് നല്ലത്. ഓക്കെ. സോ ഏതായാലും അജയായിട്ട് ഇത്ര നേരം സംസാരിക്കാനായിട്ട് അജയ് ഒരു അവസരം തന്നു. താങ്ക് യു വെരി മച്ച്. കാരണം ഇത് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഇത് കാണുന്ന ഒരു വൈഡർ ഓഡിയൻസിനാണെങ്കിലും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കൂടിയാണ് അജയ്. ഇത് പറയണം ചേട്ടാ, അത് ആ ഒരു സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എന്നെയും കുറേ രക്ഷിതാക്കൾ വിളിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് ഈ സാധനം എത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ എത്തിയത്. അതെ, നമുക്ക് കിട്ടിയ എക്സ്പോഷർ ഏതോ ഒരു ഭാഗത്തൂടെ എന്തോ ഒരു ലക്കിന്റെ പുറത്തായിരിക്കും നമ്മൾ അതിനെ പറ്റി അറിഞ്ഞത്. എൻ്റെ ചേട്ടൻ തന്നെ പറഞ്ഞു, ഡൽഹി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ബിഗ് സീറോ ആയെന്ന് എപ്പോഴും പുള്ളി പറയാറുണ്ട്. കാരണം ഇപ്പം എല്ലാ ഫ്രണ്ട്സും DU എന്നുള്ള ഫ്രണ്ട്സാണ്, എൻ്റെ മെജോറിറ്റി ഫ്രണ്ട്സും ചേട്ടൻ്റെ ആണെങ്കിലും. അതെ. അപ്പം അവരെല്ലാം തന്ന എക്സ്പോഷർ വാസ് സംതിങ്. അവരുടെ എല്ലാം പ്രൊഡക്റ്റാണ് ഞാൻ ആക്ച്വലി. കോഴിക്കോട് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തി,
ഡൽഹിയിൽ ചെന്ന് അവിടുത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അതിന്റെ മാക്സിമത്തിൽ ഉപയോഗിച്ച് വീണ്ടും തിരിച്ച് ഡൽഹി വഴി മറ്റൊരിടത്തേക്ക് പോവുകയാണല്ലേ അജയ്? ഉറപ്പായിട്ടും അതെ. അപ്പൊ ആ ജേണിയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങൾ അജയ്ക്ക് താണ്ടാനുണ്ട്. അജയുടെ ജേണി പ്രചോദനമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് അതുപോലൊരു ജേണികൾ ഇനിഷ്യേറ്റ് ചെയ്യാനും ഉണ്ട്. സോ ഈ സമയം കളയുന്നില്ല. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യു. നൈസ് കോൺവെർസേഷൻ. ഒരു വീണ്ടും നമ്മള് ചേട്ടനോട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ആ കോളേജിലെ കാര്യങ്ങളൊക്കെയാണ് സംതിങ് വിച്ച് വാസ് ഗോയിങ് ത്രൂ മൈ മൈൻഡ്. അപ്പൊ ആ ഒരു റീകളക്ഷൻ മൊമെന്റ് കൂടി ആയിരുന്നു എനിക്ക്. സെയിം എനിക്കും. ചായപൊടി മുതൽ കളികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പേഴ്സണലി എന്റെ ഒരു പ്രൈഡും കൂടെയാണ് അജയോടൊപ്പം ഇരുന്ന് സംസാരിക്കാനായിട്ട്. ഇതിനു മുന്നേ നമ്മളൊരു പക്ഷേ ലോൺസിൽ അവിടുത്തെ സ്റ്റീഫൻസിലെ ലോൺസിൽ നിന്ന് സംസാരിച്ചിട്ട് അതിനുശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഹൗ മച്ച് വി ഹാവ് സോഫാർ എത്ര വന്നു എന്നുള്ളതും ഇപ്പൊ നമുക്ക് കുറെ ക്ലാരിറ്റി ഉണ്ടല്ലോ. തിരിഞ്ഞു നോക്കും അന്ന് കുറെ ആശങ്കകളൊക്കെ ആണെങ്കിലും ഇന്ന് നമ്മൾ കുറെ ക്ലാരിറ്റിയോടെയാണല്ലോ സംസാരിക്കുന്നത്. അന്ന് 2 ക്ലൂലെസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു നമ്മൾ. ഇപ്പം നമ്മളെ കാണുന്ന കുട്ടികളായിക്കോട്ടെ അവരുടെ പേരൻസ് ആയിക്കോട്ടെ എത്രത്തോളം ക്ലൂലെസ് ആണോ അതിനേക്കാൾ ഒരു പക്ഷേ ക്ലൂലെസ് ആയിരുന്നു ഒരു പക്ഷേ നമ്മള്. അവിടെ നിന്ന് ഇവിടം വരെ അജയ്ക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും ഒരു സിഗ്നലാണ്, ഒരു പച്ച സിഗ്നൽ. ഇങ്ങനെയൊക്കെ പോവാം, ഇങ്ങനെയൊക്കെ ആയാലും വിജയിക്കാനും സാധ്യതകൾ കണ്ടെത്താനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ശക്തിയുക്തം വിളിച്ചു പോകുന്ന ഒരു ഐക്കണായിട്ട്. അല്ല, പണിയെടുക്കുക എന്നുള്ളതാണല്ലോ. ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണാം, പണിയെടുത്ത് നോക്കുക, ബാക്കി വരുന്നിടത്ത് കാണാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഞാൻ വിശ്വസിക്കുന്നു. ആൻസർ ഈസ് ഇൻ ദി അറ്റംപ്റ്റ് അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു.